ഒരു കവർ പാലെങ്കിലും വാങ്ങാത്ത ഒരു വീടും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇഴ പിരിച്ചു മാറ്റാനാവാത്ത ഒന്നാണ് പാൽ. കുട്ടികൾക്ക് കൊടുക്കണം, നമുക്കൊരു ചായ കുടിക്കണം, ഒരു കാപ്പി കുടിക്കണം. അതല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാല് കുടിക്കണം. പാല് സമീകൃത ആഹാരമാണ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. ഈ പാലെന്ന പേരിൽ നമുക്ക് കിട്ടുന്നത് മായം കലരാത്തതാണോ എന്നാണ് നമ്മൾ പണ്ടൊക്കെ നോക്കിയിരുന്നത്. പാലിൽ വെള്ളം ചേർക്കുന്നത് പോലും മായം ചേർക്കലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം, വഴിയെ പറയാം. ഇപ്പം പറയാൻ വന്നതല്ല. ഈ നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് ഈ കള്ള് ചെത്തുന്ന സംഭവം അറിയാമല്ലോ. കള്ള് ഷാപ്പുകളുണ്ട്, കള്ള് കുടിക്കുന്നവരുണ്ട്. പക്ഷെ തെങ്ങറിയാത്ത കള്ളുണ്ടാക്കുന്നുണ്ട്. ചില ഗുളികകളൊക്കെ വെച്ചിട്ട് കൃത്രിമമായിട്ട് കള്ളുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്, പലരെയും പിടിച്ചിട്ടുണ്ട്. രാസക്കള്ള് എന്ന് പറയുന്നത് പോലെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പാലുണ്ടാക്കുന്നു. ആ പാല് വലിയ തോതിൽ രാജ്യത്തെമ്പാടും വിറ്റഴിക്കപ്പെടുന്നു. ഇത്തരമൊരു കേസ് മഹാരാഷ്ട്ര പോലീസ് പിടിച്ചു. പൂനെയിൽ ഒരു കമ്പനിയിൽ നിന്ന് പിടിച്ചു. അവരുടെ പക്കൽ നിന്ന് 1,48,00,000 രൂപയുടെ കെമിക്കലാണ് പിടിച്ചത്. അപ്പോൾ പൂനെയിലുണ്ടെങ്കിൽ പൂനെയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും ഇങ്ങനെ സിന്തറ്റിക് മിൽക്ക്, അതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. പശു അറിയുന്നില്ല, ആടറിയുന്നില്ല, എരുമ അറിയുന്നില്ല, അങ്ങനെ ഉണ്ടാവുന്ന പാല് സിന്തറ്റിക് മിൽക്ക് ഉണ്ടാക്കി വിൽക്കുന്നു. നമ്മൾ പാലിൻ്റെ ഗുണം നോക്കുന്ന അതിൻ്റെ കൊഴുപ്പ്, അതിൻ്റെ കട്ടി, SNF എന്ന് പറയും, സോളിഡ്സ് നോട്ട് ഫാറ്റ്. ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് പാലിൻ്റെ ഗുണമേന്മ അളക്കുന്നത്. എന്നാൽ കൊഴുപ്പുണ്ട്, കട്ടിയുണ്ട്. പക്ഷേ അത് രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണെങ്കിലോ, ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നറിയാമോ? അവിടെയാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് കൃത്രിമമായി പാലുണ്ടാക്കുന്നത് എന്നതുകൂടെ നമ്മളൊന്ന് അറിയണം. ഇത് വളരെ പ്രധാനപ്പെട്ട, കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെ രോഗികളാക്കി മാറ്റി കൊല്ലുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. യൂറിയ, വളത്തിന് ഉപയോഗിക്കുന്ന യൂറിയ, വളമായിട്ട് ഉപയോഗിക്കുന്ന യൂറിയ, അത് പാലിലെ നൈട്രജൻ്റെ അളവ് കൂട്ടി സ്വാഭാവിക പാലിൻ്റെ അതേ ഘടന കിട്ടാൻ വേണ്ടി യൂറിയ ഒരു ഘടകമാണ്. രാസവസ്തുവായി, കെമിക്കലി, സിന്തറ്റിക്കായി ഉണ്ടാക്കുന്ന പാലിൻ്റെ ആലോചിച്ച് നോക്കണം. വളം, യൂറിയ എടുത്തതിൻ്റെ മണം അടിക്കുമ്പോഴേ നമുക്കറിയാമല്ലോ. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഡിറ്റർജൻറ്റ്, സോപ്പ്, ഷാമ്പു. അതായത് ഇതിനൊരു കൊഴുപ്പിനെ വെള്ളവുമായി ലയിപ്പിച്ച് ചേർക്കണം. കൊഴുപ്പിനെ വെള്ളവുമായി ലയിപ്പിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർജൻറ്റ്, സോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നു, ഷാമ്പു ഉപയോഗിക്കുന്നു. അപ്പോൾ കൊഴുപ്പ് എവിടെ നിന്ന് കിട്ടും? കൊഴുപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കും, വില കുറഞ്ഞ എണ്ണകൾ, പാം ഓയിൽ, പിന്നെ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ എണ്ണ ഉപയോഗിക്കും. എണ്ണ കൊഴുപ്പാണല്ലോ. അപ്പോൾ യൂറിയ ഉപയോഗിക്കും, എണ്ണ ഉപയോഗിക്കും. അതിന് സ്വാഭാവികമായി ഇത് വെള്ളത്തിൽ ലയിച്ച് നിൽക്കാൻ, വെള്ളവുമായി ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർജൻറ്റ്, സർഫ് ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഷാമ്പു, ഇതൊക്കെ ഉപയോഗിക്കും. ഇത് കൂടാതെ സോഡിയം ഹൈഡ്രോക്സൈഡ്, എന്താണെന്നറിയോ? കാസ്റ്റിക് സോഡ. അത് പാലിന് അസിഡിറ്റി, അതായത് പുളിപ്പ്, ഈ പാലല്ല, ഈ സാധനത്തിന്, പാലെന്ന് വിളിക്കാമോ, ഈ സാധനത്തിന് അസിഡിറ്റി ഉണ്ടാവാതിരിക്കാനും പുളിപ്പുണ്ടാവാതിരിക്കാനും കൂടുതൽ കാലം കേടാവാതിരിക്കാനും. നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ചില പാലൊക്കെ പിറ്റേ ദിവസം ചീത്തയായിപ്പോവും. എനിക്ക് ആ ഞാൻ ഉപയോഗിക്കുന്ന പാലിൻ്റെ പേര് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ അത് പരസ്യം പറയുകയാണെന്ന് നിങ്ങൾ കരുതും. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു പാലല്ല. എനിക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു പാലുണ്ട്. അത് കൃത്യമായി ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. കടയിൽ നിന്നല്ല, ഓൺലൈനിലാണ് ഞാൻ വാങ്ങുന്നത്. കടകളിൽ ആ പാലധികം വരുന്നില്ല. തെക്കൻ കേരളത്തിൽ വ്യാപകമായിട്ടുള്ളൊരു പാല്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ പ്രമോഷനാണെന്ന് കരുതും. ഒന്നാം തരം പാലാണ്. അപ്പോൾ ഇതിനകത്ത് കേടാകാതിരിക്കാൻ വേണ്ടി ചില പാലുകളൊക്കെ 4-5 ദിവസം കഴിഞ്ഞാലും കേടാവില്ല. അതിന് ചേർക്കുന്ന സാധനമാണ് കാസ്റ്റിക് സോഡ. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. കൂടാതെ കുറച്ച് ഗ്ലൂക്കോസ് ചേർക്കും, അല്ലെ അന്നജം എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അരിപ്പൊടിയോ അതുമായി ബന്ധപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനം. അത് ഇത്തിരി കട്ടി കൂടാനായിട്ടാണ്. SNF, നേരത്തെ പറഞ്ഞ സോളിഡ് നോട്ട് ഫാറ്റ്. ഇത്രയും സാധനം ചേർത്ത് കഴിഞ്ഞ് അത് ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം തരം പാലായിരിക്കും. കണ്ടാൽ പറയത്തില്ല പാലല്ലെന്ന്. കൊഴിച്ച നല്ല ചായ കിട്ടുകയും ചെയ്യും. നിങ്ങൾ കഴിക്കുന്ന പാല് എന്താണ്? അത്
പാല് തന്നെയാണോ? തെങ്ങറിയാതെ കള്ള് ചെത്തി ഉണ്ടാക്കുന്നത് പോലെ, പശു അറിയാതെ, ആടറിയാതെ, എരുമ അറിയാതെ ഉണ്ടാക്കുന്ന പാല് നമ്മുടെ നാട്ടിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട്. കെമിക്കലാണ്, സിന്തറ്റിക് മിൽക്കാണ്. ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ദഹന പ്രശ്നങ്ങളുണ്ടാവും, ഛർദി ഉണ്ടാവും, വയറിളക്കം വരും. പിന്നെ യൂറിയ അല്ലേ, യൂറിയ സ്ഥിരമായിട്ട് പോയാൽ കിഡ്നി അങ്ങ് അടിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ്. നമ്മളിത് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഓർക്കുന്നു, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ശ്രീമന്തിരി അവർ ഒരിക്കൽ വലിയൊരു പോരാട്ടം നടത്തിയിരുന്നു. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മുടെ വെളിച്ചെണ്ണയുണ്ടല്ലോ, നമ്മളിപ്പോൾ കേര പോലെയുള്ള, ഞാൻ കേരയുടെ പേര് പറഞ്ഞത് സർക്കാരിൻ്റെ ആയതുകൊണ്ടാണ്, കേര പോലെയുള്ള വെളിച്ചെണ്ണകൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കാം. സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം. സർക്കാർ ഡ്യൂപ്ലിക്കേറ്റ് പണി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കേര കിട്ടുന്നതിനേക്കാളും പകുതി വിലയ്ക്ക് അതിൻ്റെ സമാനമായ പേരുകളുള്ള ഒരുപാട് കേര സ്വാദ്, കേര രുചി, കേരാമൃതം, എന്തൊക്കെ ഇതിനൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ കേര ചേർത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത് അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത്. പിന്നെ മറ്റ് പല പേരുകളിലും കേരയുടെ പകുതി വിലയേ ഉള്ളൂ. അതെങ്ങനെയാണ് സർക്കാരിൻ്റെ സംരംഭമായ കേരയ്ക്ക് 450 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ 200 രൂപയുടെ വെളിച്ചെണ്ണ എങ്ങനെ കിട്ടും? സിമ്പിളാണ്. പാരഫിൻ വാക്സാണ്, മെഴുകുതിരി ഉണ്ടാക്കുന്ന സാധനം, ഉരുക്കി ഉണ്ടാക്കുന്നതാണ് എന്ന് ലാബറട്ടറികളിൽ പരിശോധന നടത്തി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ വന്നൊരു കേസിൽ സീനിയർ അഭിഭാഷകയായ BP ശ്രീമന്തിരി തെളിയിച്ചിരുന്നു. ഞാൻ അന്ന് പത്രത്തിൽ ഉള്ള സമയത്ത് ഞാൻ ആ വാർത്ത കൈകാര്യം ചെയ്തതാണ്. ഞാൻ അവരോടായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതുണ്ട്, പാലിലുണ്ട്. പാലെന്ന് പറയുന്നതിന് ആ ഒരു അപകടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കുന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ, 1 വയസ്സുള്ള കുട്ടിക്ക് വരെ നമ്മൾ പാല് കാച്ചി, കവർ പാല് വാങ്ങി കാച്ചി കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന സിന്തറ്റിക് മിൽക്കാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് നമ്മൾ അന്ത്യം കുറിക്കുകയാണ്. ആദ്യ ദിവസം മുതൽ അവൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുക, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം ഇല്ലാതാക്കുകയാണ്. അപ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ നാട്ടും പുറത്തുനിന്ന് കിട്ടാവുന്ന പാല് തന്നെ മേടിക്കുക. ചിലപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ അവർ ചേർക്കുമായിരിക്കും. പക്ഷേ രാസവസ്തു ഇല്ലല്ലോ, യൂറിയ ഇല്ലല്ലോ, ഡിറ്റർജൻറ്റ് ഇല്ലല്ലോ, കാസ്റ്റിക് സോഡ ഇല്ലല്ലോ, കിഡ്നി പോവത്തില്ലല്ലോ, പച്ചവെള്ളമല്ലേ. അപ്പോൾ അയൽവക്കത്ത് നിന്ന് ഒരാൾ പാല് കൊണ്ട് തരുമ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, നല്ല വെള്ളം ഒഴിക്കണേ എന്ന് പറയുക. കുറഞ്ഞ പക്ഷം ടാപ്പിൽ വരുന്ന വെള്ളമെങ്കിലും. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ പിന്നെ തിളപ്പിച്ചിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ അപകടമാണ്. ഇതേക്കുറിച്ച് നമ്മൾ അറിയണം, ബോധവൽക്കരിക്കപ്പെടണം. സർക്കാരിൻ്റെ സംരംഭങ്ങളെ നമുക്ക് വിശ്വസിക്കാം ഇന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേരയുടെ കാര്യം പറഞ്ഞ പോലെയാണ് പാലിൻ്റെ കാര്യത്തിലും സർക്കാരിൻ്റെ ഒരുപാട് സംരംഭങ്ങൾ. അമുലിൻ്റെ പാല് നമുക്ക് കണ്ടും പൂട്ടി വാങ്ങാം. അമുലിൻ്റെ പാല് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫ്രഷ് മിൽക്ക് നമുക്ക് കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തെ ലൈഫ് സ്പാൻ കൂടുതലുള്ള പാല് കിട്ടും. നന്ദിനിയുണ്ട്, കർണാടകയുടെ നന്ദിനിയുണ്ട്, നമ്മുടെ മിൽമയുണ്ട്. മിൽമയുടെ പാലിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് മിൽമ ഒരുപാട് പാല് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. അത് മിൽമ പരിശോധിച്ചിട്ടായിരിക്കും വാങ്ങുന്നത്, സർക്കാരല്ലേ, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അവർ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഉറപ്പാക്കി പാല് തന്നെയാണ്, സിന്തറ്റിക് മിൽക്കല്ല എന്ന് കരുതിയിട്ടായിരിക്കാം മിൽമ വാങ്ങുന്നത്. പിന്നെ മിൽമ നന്നായിട്ട് പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വിശ്വസിക്കാവുന്ന ബ്രാൻഡുകൾ ആശ്രയിക്കുക. അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ പശുവിൻ്റെ അല്ലെങ്കിൽ ആടിൻ്റെ, എരുമയുടെ അകിട്ടിൽ നിന്നെടുക്കുന്ന പാല് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ ഇത്തരം കാര്യം, നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിക്ലി എന്ന് പറയുന്ന ഇൻസുലിൻ്റെ പുതിയ വകഭേദം, അതായത് എല്ലാ ദിവസവും എടുക്കുന്നതിന് പകരം 52 ആഴ്ച മാത്രം എടുക്കുന്ന ഒരു ഇൻസുലിൻ മാർക്കറ്റിൽ വരുന്നു. അതിന് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു എന്നുള്ള വാർത്ത നിങ്ങളോട് പറഞ്ഞത്. അത് വലിയ തോതിൽ ആളുകൾ സ്വീകരിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു. ഇപ്പോൾ നമ്മൾ ഈ പാലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതെങ്ങനെ ഇത് അറിയാൻ പറ്റും ഒറിജിനലാണോ ഇല്ലയോ എന്നുള്ളത്? ഏറ്റവും നല്ല ആധികാരികമായ മാർഗ്ഗമെന്ന് പറയുന്നത് അത് ഏതെങ്കിലും ലാബിൽ കൊടുത്ത് പരിശോധിപ്പിക്കുന്നതാണ്. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ചെറിയ ചില പരീക്ഷണങ്ങൾ വഴി ഈ പാല് നല്ലതാണോ ചീത്തയാണോ സിന്തറ്റിക് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഒന്ന് മണമാണ്. മണത്ത് നോക്കിയാൽ ഒരു യൂറിയയുടെ ഒരു മണം നേരിയ തോതിൽ അനുഭവപ്പെടാം. രാവിലെ ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് പാല് മണത്ത് നോക്കണം എന്നേ ഉള്ളൂ. പിന്നെയുള്ളത് സോപ്പിൻ്റെ രുചി, ചെറിയൊരു കയ്പുണ്ടാവാം. അതുപോലെ ഇത് ഒരു ഇൻഫർമേഷനാണ്, നമ്മൾ പരമാവധി ആളോട് പറയണം. പാല് കുടിക്കുന്നതെല്ലാം പാലല്ല. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷെ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, വെളുപ്പ് കണ്ടാൽ അത് വിശുദ്ധമാണ് എന്ന് മാത്രം കരുതാതിരിക്കുക. എല്ലാ വെളുപ്പിൻ്റെ പിന്നിലും ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നത് കൊടിയ വിഷമായിരിക്കാം. പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഈ പാലുകൾക്ക് മഞ്ഞ നിറമാകും.
പക്ഷേ നമ്മൾ നേരെ പാലെടുത്ത് അടുപ്പത്ത് വെച്ച് തേയിലയും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ നിറം അറിയത്തില്ല, മഞ്ഞ നിറം ഉണ്ടാവും. പിന്നെ വേറൊരു മാർഗ്ഗം, ഈ പാലെടുത്ത് നമ്മുടെ വിരലുകൾക്കിടയിൽ വെച്ച് ഇങ്ങനെ തിരുമ്മി നോക്കിയാൽ ഒരു സോപ്പിൻ്റെ പോലത്തെ ഒരു തെന്നൽ ഫീൽ ചെയ്യും എന്നൊക്കെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതുകൂടെ ഓർമ്മയിൽ വെക്കുക. പാല് പരിശോധിച്ച് ബോധ്യപ്പെട്ട് മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്നും കൂടെ ഓർമ്മിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.